ഹലോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ വന്നിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ നമ്മുടെ പൊന്നു ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഒരു വൈകിട്ടായപ്പോൾ ഒന്ന് പുറത്ത് നടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കൊന്നും വഴിയൊന്നും അറിഞ്ഞൂടാ, എങ്കിലും നേരെ നടക്കാൻ പറഞ്ഞു. നേരെ നടന്നു. അങ്ങനെ നേരെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ പാമ്പെല്ലാം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലിയും പറഞ്ഞൊക്കെ നടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വഴി അങ്ങ് കിട്ടി മനസ്സിലായപ്പോഴത്തേക്കും അവരൊക്കെ പറഞ്ഞു, മിന്നു ഇത് ഈ വഴിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വഴി പോയിക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ അവരുടെ വീട്ടമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ നല്ല കാടും പറമ്പും പാടവും എല്ലാമാണ് കേട്ടോ. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫോൺ കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും നിൽക്കണേ ഇല്ല. ഇതാണ് നമ്മുടെ കണ്ണൻ ചേട്ടൻ, സ്വന്തം കണ്ണൻ ചേട്ടൻ. പിന്നെ ഞങ്ങളിങ്ങനെ മരവും എല്ലാം ആസ്വദിച്ച് ഫാമിലിയുടെ കൂടെ പോകാൻ അടിപൊളിയാണല്ലേ. അങ്ങനെ ഞങ്ങൾ പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ താണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം ഐശ്വര്യ അമ്മായി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ലല്ലൂനെടുക്കണം, കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. കുറേ നടന്ന് കാലൊക്കെ ക്ഷീണിച്ചു, കാലൊക്കെ വയ്യാണ്ടായിപ്പോയി. എങ്കിലും നടന്നാലല്ലേ അവിടെ എത്തുള്ളൂ. നടന്ന് പോകാമെന്ന് കരുതി. അപ്പം എന്തായാലും അവിടം വരെ എത്തണമെങ്കിൽ നടക്കണം. അങ്ങനെ നടന്ന് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ട് ഇരുന്നു കേട്ടോ. ഇതൊക്കെയാണ്, അടിപൊളിയാണ്. അതൊക്കെ കണ്ടിരിക്കേണ്ട, തൃശ്ശൂർ ജില്ലയിൽ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അത് അടിപൊളിയാണ്, അത് മസ്റ്റാണ് തൃശ്ശൂർ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ കുറേ റബ്ബർ തോട്ടങ്ങളുണ്ടായിരുന്നു. പാടം എന്ന് പറഞ്ഞാൽ ഗൈസ് പാടം. ഞാൻ അത്ര ഇരുട്ടിന്ന് ആ പാടത്തെത്തിയപ്പോഴത്തേക്കും വെളിച്ചത്തിറങ്ങിയ പോലെ ഉണ്ടോ പാടത്ത്. ഞാൻ എന്നിട്ട് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല കുഞ്ഞു പൂക്കളാണ്, മഞ്ഞ കളറ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, കുറേ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ രമേശ് മാമനാണേ ഇത്. നമ്മുടെ സ്വന്തം കണ്ണൻ ചേട്ടൻ വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പം ഞാനും കണ്ണൻ ചേട്ടനും കൂടി ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ ചേട്ടൻ പുറകിലേക്ക് പോയി, ഞാനായി ഫ്രണ്ടിൽ. ഗൈസ് പാടം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചു അവിടെ അങ്ങ് നിൽക്കാമെന്ന്. പക്ഷേ ഈ വെയിലായതുകൊണ്ടേ ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പുറത്ത് കുളം ഉണ്ടായിരുന്നു, വെള്ളം വറ്റിക്കെടുക്കായിരുന്നു ഫുള്ള് ട്ടോ. ഇപ്പുറത്തൊക്കെ ആടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചില സമയത്തൊക്കെ ആടൊക്കെ ഞങ്ങളുടെ മേത്തേക്കൊക്കെ ഓടി വരാറുണ്ട്. ചില സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും, പോകും. അങ്ങനെ പോക്കായിരുന്നു. പിന്നെ കുറേ പാടങ്ങളുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഐശ്വര്യമായി വന്നു. പിന്നെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാടമൊക്കെ കഴിഞ്ഞത് ഇങ്ങനത്തെ ഒരു വഴി എത്തിയപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ സീനറിയൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അടിപൊളി റെഡ് പൂക്കളെ കണ്ടു. ഇവിടെ ഇന്ന് കുറച്ച് നേരം ഫോട്ടോ എടുക്കലായിട്ടോ പണി. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ റെഡ് പൂക്കളൊക്കെ താഴെ വീണെടുക്കുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നൂലേ. അമ്മയൊക്കെ അവിടേക്ക് ഓടിപ്പോവാണ്. പിന്നെ ഇപ്പുറത്ത് തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും പാടത്തേക്ക് എത്തിയപ്പോൾ എല്ലാവരും ഇത്തിരി കൂടി ക്ഷീണിച്ച് പോയിട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം ഞാൻ പറഞ്ഞത് ലാസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ സ്വന്തം കുടക്കല്ല്. തൃശ്ശൂരാണ് കൊടക്കല്ല്. അപ്പം നിങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ മസ്റ്റ് കാണേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ കുടക്കല്ലെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ തൃശ്ശൂർ ചെറുമനങ്ങാടിയിലാണ് നമ്മുടെ കൊടക്കൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഒരു ഇതായിരിക്കും. പിന്നെ അകത്തേക്ക് കുറേ കല്ലുകളും ഇതൊക്കെ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ആയിരുന്നു. ഇനി ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ. അത് ഞങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ അവിടെ ഓടിക്കളിക്കാൻ വേണ്ടി കുറേ ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ കുടക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ കുടക്കല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിലായുഗ കാലത്ത് ആളുകൾ മരിക്കുമ്പോൾ അവരുടെ മൃതദേഹം ബറി ചെയ്തിരുന്ന പ്ലേസാണ്. നന്നങ്ങാടിയിൽ വെച്ച് കല്ലുകൾ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുട പോലൊരു കല്ല് വെച്ച് അത് മൂടും. അതാണ് കുടക്കല്ല്. ഇതിന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുളമൊക്കെ കാണാൻ പോയിട്ട് അമ്പലക്കുളം തിരിച്ച് വന്നായിരുന്നു. അങ്ങനെ അമ്പലക്കുളം ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോയും ഫോട്ടോസും എല്ലാം എടുത്തു. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോഷൂട്ടായിരുന്നു. ആ ഒരു വലിയ പ്ലേസിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും പുഴയൊക്കെ ഭയങ്കര വലുതായിട്ടായിരുന്നു കാണുന്നത്. ലല്ലുവിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു, ആദൂനും പേടിയായിരുന്നു, ചിറ്റയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നൈസ്ലി ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സന്യാസിമാർ സന്യാസം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് അഭിഷേകം പറഞ്ഞത്. ഈ ഫോട്ടോ കണ്ടോ, ഓരോ ഒത്തുകൂടലും സന്തോഷം നൽകിയതാണ്. പിന്നെ അടുത്ത ഒത്തുകൂടലിനായി ഞാൻ കാത്തിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.